ഹരി ഓം. എല്ലാവർക്കും മലയാളം ക്ലാസ് സ്വാഗതം. സേഫായിട്ടൊക്കെ വീട്ടിൽ ഇരിക്കുകയാണല്ലോ അല്ലേ? കൊറോണയാണ്, ഓർത്തോണം. എങ്കിലും നമ്മൾ സ്കൂളൊക്കെ തുറക്കാനായിട്ടുള്ള തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും സന്തോഷമുള്ള നിമിഷങ്ങൾ വരാൻ പോവുകയാണ്, ദിനങ്ങൾ വരാൻ പോവുകയാണ് അല്ലേ? അല്ലേ, സ്കൂൾ വരിക എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ? ഇത്ര നാളായി വീട്ടിലിരിക്കുകയാണ്, അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ സ്കൂളിലെത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും അതിനുള്ളൊരു തയ്യാറെടുപ്പ് നടത്തുക. സ്കൂളുകാർ നടത്തുന്നുണ്ട്. അതുപോലെ നിങ്ങളും വേണ്ട ചില പ്രിപ്പറേഷൻസൊക്കെ ഉണ്ടല്ലോ, അത് ചെയ്യുക. യൂണിഫോമാരൊക്കെ തയ്ക്കാനുള്ളതാണ്, തയ്ച്ചൊക്കെ ഇടുക, തയ്ച്ചൊക്കെ എടുക്കുക. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചിലപ്പം പുതിയ ബാഗൊക്കെ വാങ്ങിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇതിലൊക്കെ ഉപരിയായിട്ട് മാസ്ക് കുറച്ച് കൂടുതലൊക്കെ വാങ്ങിച്ച് വെക്കുക. അതുപോലെ സാനിറ്റൈസർ ഇതെല്ലാം കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാതെ കൊണ്ടുവന്നിരിക്കണം. അതെല്ലാം അത് കാര്യങ്ങൾ ഓർക്കണം. പിന്നെന്താ ചെയ്യേണ്ടത്? നമ്മൾ സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ, ഇനി അധികമൊന്നും ഇറങ്ങിയൊന്നും നടക്കരുത്. പോയി കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സേഫായിട്ടിരിക്കുക. എവിടെയെങ്കിലും അത്യാവശ്യം പോവുകയാണെങ്കിൽ മാസ്കൊക്കെ കൊണ്ടുപോകുക. SMS കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കേട്ടല്ലോ? ശ്രദ്ധിക്കുമല്ലോ എല്ലാവരും? ശരി. ഇനി ഇന്ന് സാന്ധ്യയുടെ തോട്ട്സ് എന്താണെന്ന് നോക്കിക്കുക എല്ലാവരും. സാന്ധ്യയുടെ ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ക്യാൻ ഗിവ്, നോട്ട് വാട്ട് യു ക്യാൻ ഗെറ്റ്. ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ക്യാൻ ഗിവ്, നോട്ട് വാട്ട് യു ക്യാൻ ഗെറ്റ്. നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിലല്ല, പിന്നെന്താണ്, അങ്ങോട്ട് കൊടുക്കുന്നതിലാണ് സന്തോഷം. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക, മനസ്സിലായല്ലോ? അപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷം കാണാനായിട്ട് പറ്റും അല്ലേ? സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം അല്ലേ? ഒരു മടി കൂടാതെ കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ഹാപ്പിനെസ് കൊടുക്കുക. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാം. നിങ്ങൾ കൊച്ചുകുട്ടികളാണെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുക. അതും മറ്റുള്ളവർക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. അല്ല, ഇന്ന് ഞാനെല്ലാം ചെയ്തു സാധനം പറഞ്ഞ് നാളെ അവരും ചെയ്യണം അങ്ങനെയൊന്നും വിചാരിക്കരുത്. അല്ലാതെ അല്ലേ, അവിടെ നിന്ന് എന്ത് ഇങ്ങോട്ട് കിട്ടുമെന്നല്ല, അതല്ല ഓർക്കേണ്ടത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിലാണ് എന്താണ് സന്തോഷം കണ്ടെത്തേണ്ടത്. മറ്റുള്ളവർക്ക് എന്ത് സഹായവും ചെയ്തു കൊടുക്കുക. നമ്മളാൽ കഴിയുന്നത്ര സഹായം ചെയ്ത് മറ്റുള്ളവരെ സന്തോഷം പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ ആകുമ്പോൾ അവർ നമ്മളെ ഇഷ്ടപ്പെടും. അതാണ് പറഞ്ഞത്, ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ക്യാൻ ഗീവ്, നോട്ട് വാട്ട് യു ക്യാൻ ഗെറ്റ്. നമുക്ക് കിട്ടുന്നതിലല്ല, അങ്ങോട്ട് കൊടുക്കുന്നതിലാണ് എന്ത് വേണ്ടത്? ഹാപ്പിനെസ് വേണ്ടത്. അപ്പോൾ ഹാപ്പിനെസ്സിന് എന്താ പറയുക, സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് പോലെ ഇരിക്കും അല്ലേ? നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർ കൊടുക്കുന്ന പോലെ, കഴിയുന്നത് പോലെ നമ്മൾ ചെയ്തു കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ ആ മുഖത്തേക്ക് സന്തോഷം, അപ്പോൾ നമ്മുടെ മനസ്സിലും സന്തോഷം നിറയും എന്നാണ് സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ശരി, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ശ്രദ്ധിച്ച്. ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. സ്വാമിജിയുടെ വാക്കുകളൊക്കെ നല്ല അർത്ഥവത്തായ വാക്കുകളാണ്, അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം. കേട്ടല്ലോ? ശരി. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പാഠഭാഗമൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? പാഠഭാഗം ഓർമ്മയുണ്ടോ? വൈകാശ്രീകുമാർ ഓർമ്മയുണ്ടോ? അപ്പോൾ ഇത് പറഞ്ഞേ, കാളകൾ. ശരിയാണ്, കാളകൾ. ആരാ എഴുതിയത് കാളകൾ? നിരുപമ. ആരാ എഴുതിയത്? പി ഭാസ്കരൻ അല്ലേ? അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നല്ല കാവ്യഭംഗി നിറഞ്ഞ കവിതകളാണ്, ലളിതമായ കാവ്യശൈലിയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേരൊക്കെ ഓർത്തിരിക്കണം, മറന്നുപോയതാരും കേട്ടല്ലോ, അത് ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ അദ്ദേഹം എന്നാണ് ജനിച്ചത്? 1924 ഫെബ്രുവരി 21 എവിടെയാണ് ജനിച്ചത്? കൊടുങ്ങല്ലൂരിലാണ് അല്ലേ? സിനിമാ ഗാനരചയിതാവെന്ന നിലയിലും വളരെ പ്രസിദ്ധനായിത്തീർന്ന വ്യക്തിയായിരുന്നു ആര്? പി ഭാസ്കരൻ. കവിതയെല്ലാം ലളിതമായ ശൈലിയാണ്. ഏത് കവിത വായിക്കാൻ കൂടുതൽ നമുക്ക് എന്താണ് വലിയ ഗഹനമായ കാര്യങ്ങളല്ല, ചില കവിതകളുള്ളൂ. അതിലൊരു കവിത നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ചിന്തിക്കേണ്ട ഒരു കവിതയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം കവിതകളും ലളിതമായ കാവ്യശൈലിയിലാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തിരിക്കണം. പിന്നെ ഈ കവിതയിൽ പറയുന്ന കാര്യം എന്താണ്? പണ്ട് കേരളത്തിലുണ്ടായിരുന്ന കാളവണ്ടി അല്ലേ? കാളവണ്ടിയെക്കുറിച്ചും കാളവണ്ടിയിൽ പോകുന്ന കാളവണ്ടിക്കാരനെയും
വിളിക്കുന്നത് അല്ലേ. ആ തോളത്ത് കനം തൂങ്ങുന്ന ആ തണ്ടും പേരിക്കൊണ്ടാണ് ആര് നീങ്ങുന്നതെന്നാണ് പഠിച്ചത്. ബാലേഷൻ കാളകൾ നീങ്ങും അല്ലേ. കാളകൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഭാരം വഹിച്ചുകൊണ്ട് ഇങ്ങനെ പുറമൊക്കെ കുഞ്ഞാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വണ്ടിക്കാളെ ഉണ്ട്. അയാൾ എന്ത് ചെയ്യാണ്? മറ്റൊരു വണ്ടിക്കാളെ എന്ത് ചെയ്യുന്നു എന്നാണ് പഠിച്ചത്. ഭാവന മനുഷ്യാകൃതി കൊണ്ട് ആ വണ്ടിയുടെ ഒരൊറ്റ തിരിപ്പുണ്ട് അല്ലേ. അതാണ് നമ്മൾ പഠിച്ചത്. ആ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ എന്താണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? തോളുകൾ കുനിഞ്ഞിട്ടുണ്ട് അവനെന്ന് ഉദ്ദേശിച്ചത് ആ കണക്കാണ് അല്ലേ. പിന്നെ ജീവിതമാവുന്ന ഭാരം ചുമന്നുകൊണ്ട് വണ്ടിക്കാരുടെയും തോളുകൾ കുനിഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ചൊക്കെ സാമ്യങ്ങളുണ്ട് അല്ലേ. അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കാളകളുടെ കാര്യം തേഞ്ഞിട്ടുണ്ട് അല്ലേ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ആരുടെ കാലുകളും തേഞ്ഞിട്ടുണ്ട്, വണ്ടിക്കാരൻ്റെ കാലുകളും തേഞ്ഞിട്ടുണ്ട്. കാലുകൾ തേഞ്ഞിട്ടുണ്ട് അവനും എന്നാണ് പറയുന്നത് അല്ലേ. നെടുനാള കാലത്തിൻ കരാളമാണ്, കാലത്തിൻ്റെ ഭീകരമായ പാതകൾ താണ്ടിയിട്ട് അവൻ്റെ കാലുകളും തേഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം ഇയാളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. രണ്ടുപേരെയും സാമ്യപ്പെടുത്തിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി രണ്ട് കാര്യങ്ങൾ കൂടെ പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? ദൗർഭാഗ്യകരമായ അനുഭവങ്ങൾ മൂലം അയാളുടെ കണ്ണുകൾ എങ്ങനെയാണെന്ന് പഠിച്ചത്. അപ്പോഴേ കൃഷ്ണ കണ്ണുകൾ നിർജീവങ്ങളാണ്, നിർവികാരങ്ങളെ, യാതൊരു വികാരമില്ലാത്ത കണ്ണുകളാണ് അല്ലേ. കാരണം കണ്ണിലെ നീരെല്ലാം വറ്റി, മിഴിനീരെല്ലാം വറ്റി അല്ലേ. മിഴിനീർ എന്ന് വെച്ചാൽ എന്താണ്? കണ്ണുനീർ അല്ലേ. കണ്ണുനീരെല്ലാം വറ്റിപ്പോയി. മിഴിനീർ എങ്ങനെ പ്രത്യേകം ചേർത്ത് വികസിപ്പിച്ച് പറയും? മിഴിനീർ പ്രത്യേകം ചേർത്ത് എങ്ങനെ വികസിപ്പിച്ച് പറയും? ആദ്യത്തെ മിഴിയിലെ നീർ, കറക്റ്റാണ്, മിഴിയിലെ നീർ. അപ്പോൾ മിഴിനീരെല്ലാം വറ്റിപ്പോയത് കൊണ്ട് കണ്ണുകൾ എന്തായിരിക്കുന്നു? നിർജീവങ്ങളായിരിക്കുന്നു, ജീവനില്ലാത്തതായിരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞേ? ജീവിതത്തിൻ്റെ നിലയ്ക്കാത്ത പ്രഹരം അല്ലേ. ജീവിതത്തിൻ്റെ നിലയ്ക്കാത്ത പ്രഹരം. ഈ പ്രഹരം നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കും എന്തായിരിക്കും ശിവാനി അവിടെ പ്രഹരം ഉദ്ദേശിച്ചത്? ജീവിതത്തിൻ്റെ ദുഃഖം അല്ലേ. അയാളുടെ ജീവിതഭാരം, ദുഃഖഭാരം അല്ലേ. അല്ല, പല ദുഃഖകരമായ അനുഭവങ്ങൾ കൂടിയാണ് അയാൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്? മണ്ണിൻ്റെ നിലയ്ക്കാത്ത പ്രഹരം സഹിക്കയാൽ അയാളുടെ മനസ്സിൽ എന്ത് പടർന്നിട്ടുണ്ടെന്നാണ് പഠിച്ചത്. ശ്രദ്ധ. എന്ത് പടർന്നിട്ടുണ്ട്? പുണ്ണുകൾ പടർന്നിട്ടുണ്ട്. എന്താണ് ഈ പുണ്ണെന്ന് ഇവിടെ ഉദ്ദേശിച്ചത്? പുണ്ണെന്ന് വെച്ചാൽ വ്രണം എന്നാണ്. വ്രണം, മുറിവെന്നൊക്കെ അർത്ഥം. ഇവിടെ എന്താണ്? എവിടെയാണ് ഇവിടെ മുറിവ് ഏറ്റിരിക്കുന്നത്? കയ്യോ കാലിനോ വല്ലതും ആണോ ദർശൻ? അല്ല, പിന്നെ മനസ്സിലാണ് മുറിവേറ്റിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ നിലയ്ക്കാത്ത അല്ലെ പ്രഹരം സഹിക്കയാൽ അയാളുടെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ട്, പടർന്നിട്ടുണ്ട്. അവനും കരൾ കാമ്പിൽ എന്നാണ് മനസ്സിൽ മുറിവേറ്റിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓർമ്മയുണ്ടല്ലോ? ആകാരം, വാക്കിൻ്റെ അർത്ഥം പറഞ്ഞേ. ആകാരം, നിളം, ആകൃതി. ആകാരം, ആകൃതി, ശരിയാണ്. കരാളം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? കരാളം അശ്വിനോട് ഭീകരമായ അല്ലെങ്കിൽ ഭയാനകമായ, അങ്ങനെ രണ്ടർത്ഥം പറയാം അല്ലേ. കരാളം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ബാക്കി ഭാഗം എല്ലാവരും ശ്രദ്ധിച്ച് ടെസ്റ്റൊക്കെ എടുത്ത് റെഡിയാണല്ലോ അല്ലേ. ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ചു. ഒട്ടേറെ കാലം മുമ്പിൽ അച്ചെറു പഞ്ഞക്കൂടിൽ തൊട്ടിലിൽ കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ ലക്ഷ്യമെന്നറിയാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം പൂണ്ടു കാൽക്ഷണം പതറാതെ ജീവിതം കയറിയോ ഉൾക്കടഭാരം തിങ്ങും ആ വണ്ടി വലിക്കയാണി സാധു നാളിൽ ലക്ഷ്യമറിയാതെ, ഒരു ലക്ഷ്യമറിയാതാണ് എങ്ങനെയാണ്? ഒട്ടേറെ കാലം മുമ്പിൽ ആ ചെറു പഞ്ഞക്കുടിൽ തൊട്ടിലിൽ കൈക്കുഞ്ഞായി പിറന്ന കാലം. അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത്? ജനിച്ചതാണ്. കുറേ കാലം മുമ്പാണ് അയാൾ ജനിച്ചത്, വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് അയാൾ ജനിച്ചത്. ഒരു ചെറിയ വീട്ടിൽ, ഒരു പഞ്ഞക്കുടിൽ, സാധാരണ ഒരു കുടിലാണ് അദ്ദേഹം ജനിച്ചത്. ആരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരുടെ കാര്യമാണ് കീർത്തനം? കാളവണ്ടിക്കാരൻ അല്ലേ. കാളവണ്ടിക്കാരൻ ഒരു വളരെ സാധുവായ മനുഷ്യനാണ്. കാരണം അയാൾ വളരെ സാധാരണ
ഒരു വീട്ടിലാണ് ജനിച്ചത്. ഒട്ടേറെ കാലം മുമ്പിൽ ആ ചെറു മഞ്ഞക്കുടിൽ തൊട്ടിലിൽ ആ വീട്ടിലെ ഒരു തൊട്ടിലിൽ കൈക്കുഞ്ഞായിട്ട് കൊച്ചുകുഞ്ഞിന് കൈ പിടിക്കാവുന്നത്ര അല്ലേ, കൊച്ചുകുഞ്ഞായിട്ട് പിറന്ന നാൾ മുതൽ ലക്ഷ്യമറിയാതെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ ചെറിയ പ്രായം മുതൽ തന്നെ ഒരു ലക്ഷ്യം, നമുക്കൊക്കെ ഒരു ലക്ഷ്യം വേണമെന്ന് നമ്മൾ പറയാറുണ്ട് എപ്പോഴും അല്ലേ. ഒരു എയിം ഉണ്ടായിരിക്കണം. ആ എയിമിനനുസരിച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിയണം. പക്ഷെ ഇവിടെ ഈ വണ്ടിക്കാരന് ലക്ഷ്യമറിയാതെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചെറിയ പ്രായം മുതലേ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒട്ടേറെ കാലം മുമ്പിൽ ആ ചെറു പഞ്ഞക്കുടിൽ തൊട്ടിലിൽ കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ, അപ്പോൾ കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ ലക്ഷ്യമറിയാതെ, ലക്ഷ്യം എന്തെന്നറിയാതെ, മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം കൊണ്ട് കാൽക്ഷണം പതറാതെ. മൃത്യു എന്ന് വെച്ചാൽ മരണം. അപ്പം മരണം നമ്മളിവിടെ എപ്പോഴും ഉണ്ടെന്ന് പറയുന്നത് അല്ലേ. നമ്മൾ നിഴല് പോലെ പിന്തുടരുന്നതാണ് മരണം. അപ്പം മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഭയമാണ്, മരിക്കാൻ എല്ലാവർക്കും പേടിയാണ്. ഇവിടെ എന്താ പറഞ്ഞ, മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം കൊണ്ട് കാൽക്ഷണം പതറാതെ. അപ്പോൾ അയാൾക്ക് മൃത്യുവിലൊന്നും ഭയമില്ലാതെ, അതിലൊന്നും പതറാതെ, അയാൾ ലക്ഷ്യമറിയാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യമെന്നറിയാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം കൊണ്ടു കാൽക്ഷണം പതറാതെ. മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടാതെ. മരണത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. കാരണം എന്താണ്, ജനിച്ചാൽ ആരാണെങ്കിലും മരിക്കും, ഉറപ്പായ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അതുകൊണ്ട് അതിലായിരുന്നു ഭയമൊന്നുമില്ല. അയാൾ ഭയപ്പെടാതെ എന്ത് ചെയ്തു, ജീവിതം കയറിയോരുൾക്കട ഭാരം തിന്നും ആ വണ്ടി വലിക്കുകയാണ് ഈ സാധു നാളിൽ നാളിൽ. ജീവിതം കയറിയോരുൾക്കട ഭാരം തിന്നു. ആ ഭാരമേറിയ ജീവിതഭാരം താങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ജീവിതം കയറിയ ഉൾക്കട ഭാരമേറിയ ആ വണ്ടി, ജീവിതമാകുന്ന ഭാരം അല്ലെ ഏറിയ ആ വണ്ടി, ആ സുഹൃത്തും ആ പാവം മനുഷ്യൻ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, വലിക്കുകയാണ്. വണ്ടി അയാളിങ്ങനെ വലിച്ചു കൊണ്ടുപോവുകയാണ്, ജീവിതത്തെ അയാൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ലക്ഷ്യമറിയാതെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ മൃത്യുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ അയാൾക്ക് യാതൊരു ഭയവുമില്ല. മൃത്യുവിനെ കുറിച്ച് ഓർത്ത് ഭയപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്, കാരണം ജനിച്ചാൽ നമ്മൾ മരിക്കും എന്നുള്ളത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്, അതിനൊരു മാറ്റമില്ല അല്ലേ. എന്നാണ് എപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ പറയാൻ പറ്റാത്തത്. പക്ഷേ ഇത് സംഭവിച്ചില്ല. അപ്പം അതുകൊണ്ട് അതിലേക്ക് ഭയമില്ല. പക്ഷേ അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? സാധു അതൊന്നും ഓർക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ലക്ഷ്യമില്ലാത്തൊരു യാത്രയാണ്. അങ്ങനെയല്ല നമുക്ക് വേണ്ട, ലക്ഷ്യത്തോടു കൂടി വേണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ നയിക്കാൻ. എങ്കിലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാനായിട്ട്, നല്ല രീതിയിൽ എത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ അയാൾക്ക് ലക്ഷ്യമൊന്നുമില്ല, മരണത്തെക്കുറിച്ചൊന്നും ഭയവുമില്ല. അങ്ങനെ അയാൾ ആ ജീവിതമാകുന്ന ഭാരം വലിച്ചുകൊണ്ട് നാൾക്ക് നാൾ മുന്നോട്ട് പോയിക്കൊണ്ട് ഇരിക്കുകയാണ് നടക്കുന്നത്. അപ്പം ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ തത്വം നമ്മുടെ മനസ്സിലെത്തിക്കുന്നു. മരണം എന്താണ്? മരണം എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ ഒരു ഘടകമാണ്, ആർക്കും ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ് മരണം എന്ന് പറയുന്നത് അല്ലേ. അത് നമുക്ക് തടഞ്ഞു നിർത്താനൊന്നും പറ്റത്തില്ല, അപ്പോൾ വേണമെങ്കിലും വരാം. അതുകൊണ്ട് അതിലയാൾക്ക് ഭയമൊന്നുമില്ല. എന്നിട്ട് അയാൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പലതരത്തിൽ പ്രയാസം കാണും. ആ പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ അയാൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് കവി ഇവിടെ പറയുന്നത്. കവി പറയുന്നത് ഈ എന്താണ്, കാളവണ്ടിക്കാരൻ കാളയ്ക്കും പല കാര്യത്തിൽ സമയമുണ്ട് അല്ലേ. ലക്ഷ്യമറിയാതെയാണ്, കാളയ്ക്ക് ലക്ഷ്യമൊന്നും അറിയത്തില്ല, ഇയാൾക്കും ഇപ്പോൾ ലക്ഷ്യമറിയാതെയാണ് അയാൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മരണത്തെക്കുറിച്ച് യാതൊരു ഭയവുമില്ല എന്നാണ് ആര് പറഞ്ഞത്, കവി പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. അപ്പോൾ എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? എവിടെ ജനിച്ചെന്നാണ് പറഞ്ഞത്? ഇപ്പോൾ പറഞ്ഞല്ലോ എവിടെ ജനിച്ചത്? കാശി. പഞ്ഞക്കുടി, ഒരു സാധാരണ കുടിയിലാണ് അല്ലേ. വളരെ കൈക്കുഞ്ഞായിട്ട് അമ്മയുടെയൊക്കെ സ്പർശനമേറ്റ്, അല്ലെങ്കിൽ അമ്മയുടെയൊക്കെ വാത്സല്യത്തോടു കൂടി ഇങ്ങനെ വളർന്നാണ്. പക്ഷേ ആ കാലം തൊട്ടേ അയക്കുന്നില്ല, ലക്ഷ്യം അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ലക്ഷ്യബോധം നമുക്ക് എപ്പോഴും വേണം അല്ലേ. അതില്ലാതെ പോവുകയാൽ നമുക്ക് ജീവിതം നല്ലതായിട്ട് വരത്തില്ല. ഇവിടെ ഈ കാളവണ്ടിക്കാരന് ലക്ഷ്യബോധമൊന്നും ഇല്ലാത്തൊരു യാത്രയായിരുന്നു. പക്ഷേ അയാൾക്ക് മൃത്യുവിനെ ഭയമേ ഇല്ല. മരണത്തെ അയാൾക്കറിയാം, മരണം എപ്പോഴാണെങ്കിലും കടന്നു വരും അല്ലേ. ഏത് രീതിയിൽ വേണമെങ്കിലും കടന്നു വരാം എന്ന
നടക്കുമെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് അതിനെ ഭയപ്പെടാതെ അയാൾ ജീവിതമാവുന്ന ഭാരം വലിച്ചുകൊണ്ട് ആ വണ്ടി മുന്നോട്ട് ജീവിതമാവുന്ന ഭാരം വലിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് എന്നാണ് പറയുന്നത്. കാളയോ അങ്ങനെ തന്നെയാണല്ലോ. അയാളുടെ അതിൻ്റെ പുറകിലിരിക്കുന്ന ഭാരത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്തു, ആ കാളയെ എന്ത് ചെയ്തു, മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ കാലുകൾ തേഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മരണത്തെക്കുറിച്ച്, മരണം എന്ന് പറയുന്നത് ആലംഘനീയമായ ഒരു വസ്തുവാണ് എന്നുള്ള കാര്യവും ജീവിതത്തിലൊരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. അത് അത്യാവശ്യമാണ്. ഇവിടെ ഇയാൾക്ക് ലക്ഷ്യമില്ലെങ്കിൽ നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണമെന്നും ജീവിതം ഒരു വലിയ യാത്രയാണ് എന്നും നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാനായിട്ട് മനോഹരമായിട്ട് ശ്രമിക്കുകയാണ് അല്ലേ. അത് നല്ലോണം ശ്രമിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. ജീവിതത്തെ എന്താണ് ഈ ജീവിതം, കാളവണ്ടിക്കാരൻ്റെയും കാളയുടെയും ജീവിതത്തിൽ പല സമയങ്ങളും ഉണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടുപേർക്ക് ലക്ഷ്യമൊന്നുമില്ല. ഇവിടെ ഇയാൾക്ക് ലക്ഷ്യമില്ല, പക്ഷെ ലക്ഷ്യം വേണ്ടതാണ്. മൃത്യുവിനെ ഭയമില്ല. കാളയുടെ കാലുകൾ തേഞ്ഞിട്ടുണ്ട് അല്ലേ. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ അത്രയും ഭാഗം വായിക്കാൻ ശ്രദ്ധിക്കും. ഒട്ടേറെ കാലം മുമ്പിൽ അച്ചെറു പഞ്ഞക്കൂടിൽ തൊട്ടിലിൽ കൈക്കുഞ്ഞായി പിറന്ന കാലം മുതൽ ലക്ഷ്യമെങ്ങറിയാതെ മൃത്യുവിൻ ഭയാനക ശിക്ഷയിൽ ഭയം കൊണ്ടു കർശനം പതറാതെ ജീവിതം കയറിയോ ഉൾക്കട ഭാരം തിങ്ങും ആ വണ്ടി വലിക്കയാണി സാധു നാളിൽ. അപ്പോൾ മറ്റൊരു വണ്ടിക്കാളെ എന്ത് ചെയ്യുന്നു എന്നാ വിളിച്ചത് അശ്വിനര്. കാളവണ്ടിയുടെ അറ്റത്ത് ഊനിക്കൂടി ഇരിക്കുന്നു. എന്തിനെ ഭയമില്ല വണ്ടിക്കാരന്? കാളവണ്ടിക്കാരൻ എന്തിനെ ഭയമില്ലെന്നാ പഠിച്ചത് നമ്മളിപ്പോൾ. എന്തിനെയാണ് എന്തിനാണെന്ന്? മരണത്തെ ഭയമില്ല അല്ലേ. എനിക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടായിരുന്നോ അനന്യ യാത്രയിൽ? ലക്ഷ്യമില്ലായിരുന്നു. പക്ഷെ നമുക്ക് ലക്ഷ്യം വേണ്ടേ? നമുക്ക് ലക്ഷ്യം ഉണ്ടായിരിക്കണം അല്ലേ. അങ്ങനെ ഒരു യാത്രയാണ്. നമുക്കൊരു എയിം ഉണ്ടായിരിക്കണം. ആ എയിമിനെ മുൻനിർത്തി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പക്ഷെ ഇയാളൊരു പാവമായ ഇയാൾക്ക് ലക്ഷ്യമൊന്നുമില്ല. കാളയും അതുപോലെ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ പല സാമ്യങ്ങളും ഉണ്ടെന്ന് പി. ഭാസ്കരൻ എന്ന കവി മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നു. ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ പല സങ്കീർണമായ പ്രശ്നങ്ങളും ഉണ്ടാകും. വളരെ ദുരനുഭവങ്ങളാണ് നമ്മുടെ വണ്ടിക്കാരന് കൂടുതലുണ്ടായിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് അയാളുടെ കണ്ണുകളിലെ കണ്ണുനീരെല്ലാം വറ്റി വരണ്ടിരിക്കുന്നു. നിർവികാരങ്ങളാണ് ആ കണ്ണുകളെന്നാണ് പറഞ്ഞത്. നിർജീവങ്ങളാണ് ആ കണ്ണുകളെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. പിന്നെ വളരെയധികം ജീവിതത്തിൽ പ്രഹരമേറ്റിരിക്കുന്നു. എന്ത് പ്രഹരം? ദുഃഖത്തിൻ്റെ പ്രഹരം അല്ലേ. അതുകൊണ്ട് ആ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ പ്രഹരമേറ്റുകൊണ്ട് അയാളുടെ മനസ്സാകെ മുറിവേറ്റിരിക്കുന്നു എന്ന് കവിയുടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ജീവിതത്തെ ഒരു യാത്രയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ യാത്രയിൽ നടക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊരു കാളവണ്ടിക്കാരൻ്റെ കാര്യത്തിലൂടെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കി തരുന്നത്. ഇത്രയും ഭാഗം വീട്ടിൽ വായിക്കുകയും എഴുതി പഠിക്കുകയൊക്കെ ചെയ്യണം. പോയമായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാവരും ഇത് നല്ലോണം പോയം വായിച്ചിട്ടുണ്ട് കേട്ടോ. 4 വരി 8 വരി വായിക്കാൻ പറ്റുള്ളെങ്കിൽ അവരെല്ലാം നല്ലോണം വായിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. അങ്ങനെ എല്ലാവരും പോയം നല്ല രീതിയിൽ വായിക്കുക. വായനാശീലം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഭാഗമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിച്ചാൽ മതി, പറഞ്ഞു തരുന്നതായിരിക്കും. മനസ്സിലായല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവരും കൃത്യസമയത്ത് വരാനായിട്ട് ശ്രമിക്കുക. 3-4 പേര് അവരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ കൃത്യസമയത്ത് തന്നെ വരണം. വന്നാലേ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഹോംവർക്ക് വരുമ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് കൃത്യമായിട്ട് അയച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകം. അതെല്ലാം ചെയ്യുമല്ലോ. അപ്പോൾ ജീവിതമാണ് ഭാരം വലിക്കുന്ന ഒരു കാളവണ്ടിക്കാരൻ അല്ലേ. അതുപോലെ തന്നെ ലക്ഷ്യമറിയാതെ യാത്ര ചെയ്യുന്ന ഒരു കാള അല്ലേ. കാലുകൾ തേഞ്ഞ കാള അല്ലേ, അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു 2 ആൾക്കാരുടെ കാര്യങ്ങൾ കുറേയൊക്കെ സാമ്യപ്പെടുത്തി തന്നെയാണ് ആര് പറഞ്ഞിരിക്കുന്നത്? പി. ഭാസ്കരൻ പറഞ്ഞത്. കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എത്രമാത്രം സാമ്യം ഉണ്ടാകും തമ്മിലെന്നുള്ള കാര്യം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നല്ലോണം പഠിക്കുക. ഇൻട്രാക്റ്റീവ് സെഷന് കൃത്യമായിട്ട് പങ്കെടുക്കുക. നോട്ട് വരുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതിയെടുക്കുക, ചെയ്യുക. ഇതെല്ലാം ചെയ്യുമല്ലോ എല്ലാവരും. ശരി, നന്ദി, നമസ്കാരം.